എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ആയുർവേദം പറയുന്ന കുറച്ച് ലൈംഗിക ഉത്തേജക മരുന്നുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ശ്രുതിമധുരമായ ഗാനം പോലെയാകണം ദാമ്പത്യം, അല്ലേ? ഇതിലെ ശ്രുതിയായിരിക്കണം ലൈംഗികത. അതിൽ തകരാറുകൾ സംഭവിച്ചാൽ ഗാനത്തിന്റെ മാധുര്യവും ഇമ്പവും കുറയും. അതെ, ലൈംഗിക പ്രശ്നങ്ങൾ പലതും തുടക്കത്തിലെ തിരിച്ചറിയുകയും പരിഹാരം തേടുകയും ചെയ്താൽ പരിഹരിക്കാവുന്നതേയുള്ളൂ. അതിനാൽ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട്. പല പരിഹാര മാർഗങ്ങളും വീട്ടിൽ തന്നെ സ്വയം ചെയ്യാവുന്നതുമാണ്. പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയുമാണ് ആദ്യം വേണ്ടത്. പലപ്പോഴും സ്വന്തം പ്രശ്നം പങ്കാളിയുടെ മേൽ ചുമത്താനുള്ള ശ്രമം ഉണ്ടാകാറുണ്ട്. ഇത് ദാമ്പത്യത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള കാരണമായി വരെ മാറാം. അതെ, പലരും പുറത്തു പറയാൻ പോലും മടിക്കുന്ന പ്രശ്നങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ആയുർവേദ പരിഹാരങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ഒന്നാമതായി, പെട്ടെന്ന് അണയുന്ന സന്തോഷം. അതെ, രതി പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ പ്രധാനം സ്ഖലനവുമായി ബന്ധപ്പെട്ടവയാണ്. ശീഘ്രസ്ഖലനം, സ്വപ്നസ്ഖലനം, സ്ഖലന സ്തംഭനം, ഇങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് പുരുഷന്മാരെ അലട്ടുന്നത്. ഇതിന് പൊതുവായി നിർദ്ദേശിക്കാവുന്ന ഒന്നാണ് കുറുന്തോട്ടി കഷായം. അതെ, കുറുന്തോട്ടി വേരോടെ ഇടിച്ചു പിഴിഞ്ഞ് നീര് തിളപ്പിച്ച് ദിവസം 100 മില്ലിഗ്രാം വീതം രാവിലെയും വൈകുന്നേരവും ഒരാഴ്ചത്തേക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ 10 ഗ്രാം ത്രിഫല ചൂർണം 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി ഭക്ഷണശേഷം ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കുന്നതും സ്ഖലന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതുപോലെ ലൈംഗിക ഉത്തേജനക്കുറവ് അനുഭവപ്പെടുന്നവർക്ക് രാമച്ചവും ചന്ദനവും ചേർത്തരച്ച് തേനിൽ ചേർത്ത് ഉപയോഗിക്കാം. ഇത് ലൈംഗിക ബന്ധത്തിന് അരമണിക്കൂർ മുൻപെങ്കിലും കഴിക്കണം. ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉത്തേജക മരുന്നുകളുമുണ്ട്. പാൽ, തേൻ, വെണ്ണ, കരിമ്പിൻ നീര്, ഉഴുന്ന്, കുങ്കുമപ്പൂവ്, ശതാവരി, അടപ്പതിയൻ കിഴങ്ങ്, ഞെരിഞ്ഞിൽ, അമുക്കുരു, നായ്ക്കുരുണ, നെല്ലിക്കാത്തോട്, കുറുന്തോട്ടി, ചീറ്റീന്തൽ പഴം എന്നിവ ലൈംഗിക ഉത്തേജക മരുന്നുകളായി ആയുർവേദം ഉപയോഗിക്കുന്നുണ്ട്. ഇവ ചേർത്ത് തന്നെ നിരവധി ഔഷധങ്ങളുമുണ്ട്. പക്ഷേ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ അമിതമായി അലട്ടുന്നുണ്ടെങ്കിൽ വൈദ്യനിർദ്ദേശം തേടുക. അല്ലാത്തവർ അഥവാ തുടക്കക്കാർ ഞാൻ പറഞ്ഞ ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ച് തുടക്കത്തിൽ തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.